ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും കേസർ ഡിനോസറായിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഗിഗയായിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ ജനിച്ചു വന്നപ്പോൾ തന്നെ ഒരു ഡിനോസറിൻ്റെ അവിടെ ഒരുത്ത നിപ്പുണ്ട്. അവനെ പോയി നൈസായിട്ടൊന്ന് പണിഞ്ഞാലും നൈസായിട്ടൊന്ന് പോയി അടിച്ചു പോകാം. ആ മണ്ടനാണ് നമ്മളെ കണ്ട് ഓടാതെ അവിടെ നിൽക്കുകയാണ്. കടി 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 ചത്ത് 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 പാവം ചക്കൻ. തിന്നോ. അവനാണ് അവിടുത്തെ വെള്ളം കുടിക്കുന്നു മണ്ട. നമ്മളെ കണ്ടിട്ട് ഓടാനുള്ളതിന് വലിയവരെ ബഹുമാനിക്കണം, അല്ലെങ്കിൽ ഇതായിരിക്കും. നമുക്ക് ഇവിടുന്ന് നൈസായിട്ട് ഇനി അങ്ങോട്ട് പോവാം. നമ്മുടെ ഒരു ഫ്രണ്ട് അവിടെ നിൽപ്പുണ്ട്. അത് ആ ഫ്രണ്ടിൻ്റെ അടുത്തോട്ടൊന്ന് നൈസായിട്ട് പോയി നോക്കാം. ഇങ്ങോട്ട് പോകുന്നു. ഈ ഗിഗ അടുത്ത് കളിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോ. ഇവനെ ഈ കൊച്ചു ഡിനോസറുകൾക്ക് പെട്ടെന്നൊന്ന് കൊല്ലാൻ പറ്റും. ഇവന്മാർ വന്ന് കുണ്ടിക്കിട്ട് കടിച്ച് കൊന്നു കളയും. ഞാൻ ഇത് വെച്ച് കളിച്ച് കുറേ വട്ടം ഈ കൊച്ചവന്മാർ വന്ന് റാപ്റ്റേഴ്സ് ഭയങ്കര സീനാണ്. അവന്മാർ എല്ലാവരും കൂടി ഇങ്ങനെ പാക്കായിട്ട് വന്ന് നമ്മൾ ആക്രമിക്കും. ഇത് അവിടെ ഒരു ട്രൈക്ക് നിന്ന് ഓടുന്നുണ്ട്. പക്ഷെ നമുക്ക് അവന്മാരെ അറ്റാക്ക് ചെയ്യാനുള്ള വലിപ്പമൊന്നും നമുക്കില്ല. അവന്മാർ നമ്മളെ കൊല്ലും. അതുകൊണ്ട് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പോകണ്ട. ഓക്കെ, ഇങ്ങനെ പോവാം. നമ്മുടെ ഫ്രണ്ട് അവിടെ നിൽപ്പുണ്ട് ഒറ്റ. ഞാനവിടെ നിൽക്കട്ടെ, നമുക്ക് അങ്ങോട്ട് പോകും. നമ്മളിങ്ങനെ ഒറ്റയാനായി എല്ലായിടത്തും ഭരിക്കും. നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് മാറി വന്നപ്പോഴേക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ കണ്ട്. അപ്പോൾ അവന്മാരാണ് ആ സ്പൈനോനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2 സ്പൈനോ ഉണ്ട് കേട്ടോ. ആ സ്പൈനോ നൈസായിട്ട് നിന്ന് പണിയുന്നുണ്ട്. നമുക്കിവിടെ നിന്നെല്ലാം കാണാം. അവന്മാരാ ഫുൾ ഗ്രോണാണ്, നമ്മൾ അഡൽട്ടല്ല. അതുകൊണ്ട് പ്രശ്നം നമുക്കൊന്ന് കരഞ്ഞേക്കാം. അപ്പോൾ അവന്മാർ 2 പേരുണ്ട്. സ്പൈനോയും 2 പേരുണ്ട്. അവിടെ മുതലേ ഉണ്ട്. നോക്കി, മുതല എൻ്റെ ഇടയിൽ കൂടെ ഓടി നടക്കുന്നുണ്ട്. അവന്മാർ സ്പൈനോനെ നല്ലോണം പഞ്ഞിക്കിട്ടാൻ തോന്നുന്നു. നമുക്കങ്ങോട്ട് പോകണം അതോ ഇവിടെ ഇരിക്കണം? അങ്ങോട്ട് പോയാലും നമ്മളൊന്നും ചെയ്യാനൊന്നുമില്ല. സ്പൈനോനെ അവന്മാർ വിരട്ടി ഓടിച്ചു. നമുക്ക് എന്തായാലും ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം. ദേവി, സ്പൈനോ ചത്ത് കിടക്കുന്നു. സ്പൈനോനെ കൊന്ന്. അടിപൊളി. സ്പൈനോനെ കൊന്നു ഗായ്സുമാർ. നമുക്ക് അപ്പുറത്തോട്ടൊന്ന് പോയാലോ? പക്ഷെ അവിടെ മുതലുണ്ട്. മുതല പ്രശ്നമാണ്. നമുക്ക് അമ്മർക്കൊരു മെസ്സേജ് അയക്കാം. ഹൈ ബ്രോ, ടീമാക്കുമോ? നമ്മുടെ പാക്ക് ഇത് അവിടെ മുതല ഇപ്പോൾ ഉണ്ട്. മുതല നമ്മളെ പണിയാനാണോ വരുന്നത്? അയ്യോ മുതല വരുന്നതാ. ഇല്ല, മുതല ഒന്നും ചെയ്തില്ല. അയ്യോ, രക്ഷപ്പെട്ട്. നമ്മളെ ആക്രമിച്ചില്ല. അവൻ നൈസായിട്ട് അതിലേക്ക് കൂടെ അങ്ങ് പോയി. നമ്മുടെ ബഡീസ് ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. ഒന്ന് ചിരിച്ചേക്കാം. നോക്കി നമ്മുടെ സൈസ് നോക്കി. ഏതേതേ ആ മുതല വന്നു. പിന്നെ മുതല ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു കേട്ടോ. അവനും തിന്നട്ടെ, അവനും വളരട്ടെ. അവൻ പോകാമെന്നൊക്കെ പറയാം. കുറച്ച് വെള്ളം കുടിച്ചിട്ട് അവന്മാരെ പുറകെ പോവാം. അവന്മാർ പാക്ക് കയറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫ്രണ്ട്സായിട്ടുണ്ട്. ഇവന്മാർ ഭ്രാന്തന്മാരാണ്. ഇവന്മാർ കാണുന്നവരെല്ലാവരും പള്ളി ഉണ്ടാക്കാൻ നടക്കുക. കാണുന്നവരെല്ലാവരും പോയി ചൊറിയ വന്നു. ഇവന്മാർ എന്നെ കാട്ടി വലിയ ഭ്രാന്തൻ. ഞാനൊന്ന് വലുതായിട്ട് കാണിച്ചു തരാളാ. എല്ലാത്തിനെയും കൊല്ലും. നമ്മളിപ്പോൾ സബ്ബഡൽട്ടായിട്ടുണ്ട്. ഈ ഗിഗേനെടുത്ത് കളിക്കുമ്പോൾ പാക്കായിട്ട് കളിച്ചാലേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. ഇതേ ഒരു സ്റ്റെഗോ. എന്താ സ്റ്റെഗോ? സ്റ്റെഗോ മലയാളിയാണ് കേട്ടോ. ഇവന്മാരുടെ ഫ്രണ്ടാണെന്ന് തോന്നുന്നു. സ്റ്റെഗോ എന്ത് പറയുന്നുണ്ട്. ഇവന്മാർ ഫ്രണ്ട്സാണ്. പോകുന്നുണ്ടോ? അവൻ ചാടുന്നു. നമുക്കും അങ്ങോട്ട് പോവാം. അയ്യോ, ഒന്നും പറ്റിയില്ല ഭാഗ്യത്തിന്. അമ്മരെന്തൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട്. നമുക്കിത് മിണ്ടായിരിക്കാം. നമുക്കൊന്നും പറയാൻ ഇവന്മാരെ അറിയത്തില്ല ഗൈസ്.
ഇവന്മാർ മലയാളീസ് ആണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അമ്മരെന്തൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഇവന്മാരെ പുറകെ പോവാം. പക്ഷെ ഇവന്മാർ അഡൽട്ടാണ്ട് ഇവന്മാർക്ക് നല്ല സ്പീഡുണ്ട്. നമ്മളിങ്ങനെ അനങ്ങി ഓടി ഇവന്മാർ കളിക്കുന്ന അവിടെ വേറൊരുത്തൻ. അത് നമ്മുടെ പടിയാവൻ. നമുക്കത് അടുത്ത പടിയെ കിട്ടി. ഇപ്പം നമ്മൾ സ്കോഡായി ഗൈസ്. ഇപ്പം നമ്മൾ 4 പേരുണ്ട്. പക്ഷെ അവന്മാർ 3 പേര് അഡൽട്ടാ, നമ്മൾ സബഡൽട്ടാ. നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. അമ്മമാരുടെ അടുത്തോട്ട് പോവാം. സ്മൈലൊക്കെ ഇടുന്നു. എന്താ ചിരി. മുതല വന്ന് എപ്പോഴാണ് താത്തോണ്ട് പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. കുറച്ച് വെള്ളം കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് നമുക്ക് ഇവിടെ നിൽക്കുക. ആരെങ്കിലും കാണുവാണെങ്കിൽ അമ്മമാരെ ഹണ്ട് ചെയ്തിടാം. നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഒരിടത്ത് വന്നിട്ടുണ്ട്. അതേ ഒരു മുതല. അതായത് ഒരുത്തൻ അങ്ങോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. ഇവിടെ കുറച്ച് ടീംസിനെ നമ്മൾ കണ്ട് സ്പോട്ട് ചെയ്തായിരുന്നു. അവിടെ മറ്റവൻ അവിടെ ഫൈറ്റ് നടക്കുന്നുണ്ട്. ഇവന്മാർ ഓടി ഒരുത്തനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ പൊരിഞ്ഞടി നടക്കുന്നു. മോനെ നീ തീർന്നടാ. ഞങ്ങൾ 4 പേരുണ്ട്. നീ തീർന്നു മോനെ, നീ തീർന്നു. അവൻ്റെ എല്ലൊക്കെ ഒടിഞ്ഞ്. നമ്മുടെ ടീമിനായിട്ട് നല്ല രീതിയിൽ അടി കിട്ടി. പക്ഷേ സീനില്ല, നമ്മളടിച്ചിടും. നമുക്കിവിടെ നിന്ന് കാണാം. ചത്ത് വിശന്നിരിക്കുമായിരുന്നു. കുറച്ച് ഫുഡായി, നമുക്ക് തിന്നാം. എന്തായാലും പാക്കായിട്ടുള്ളതുകൊണ്ട് നമുക്ക് വേറെ പണിയൊന്നുമില്ല. നമുക്ക് ഇവന്മാരെ പുറകെ പോവുക, അവന്മാർ കില്ല് ചെയ്യുന്ന ഒക്കെ നമ്മൾ തിന്നിങ്ങനെ അവന്മാരെ ഓസ് ഇങ്ങനെ ജീവിക്കുക. അത് തന്നെ. വളയും നല്ല രീതിയിൽ അടി കിട്ടി. അങ്ങനെ നമ്മൾ അവന്മാരോടെല്ലാം വിട പറഞ്ഞ് നമ്മൾ വേറെ വഴിക്ക് പോയി. നമ്മളിങ്ങനെ വേറെ വഴിക്ക് പോയി. നേരമൊക്കെ വെളുത്ത്. നമ്മൾ അവിടെ ഒരുത്തൻ കിടപ്പുണ്ടല്ലോ. നമുക്ക് ഒറ്റയ്ക്ക് ഹണ്ട് ചെയ്യണം ഗൈസ്. നമ്മൾ പാക്കായിട്ട് ഇങ്ങനെ ഹണ്ട് ചെയ്തിട്ട് എന്ത് കാര്യം, നമുക്ക് ഒറ്റയ്ക്ക് അടിക്കും. അവിടെ ഒരുത്തൻ കിടപ്പുണ്ട്. അവനെപ്പോൾ എന്ന് ചൊറിയാൻ പോയാലോ. ഇവനെ സ്പൈനോൻ്റെ അളിയനെ. അവനാരോ കൊന്നിട്ടേക്കും അവിടെ. അവനെ നമുക്കങ്ങ് തട്ടിയാലോ. പക്ഷേ ഇവന് നമ്മളെക്കാട്ടി സ്പീഡുണ്ട് ഇവന്മാർക്ക്. അതാണ് പ്രശ്നം. നമ്മളിങ്ങനെ അനങ്ങി പോകത്തുള്ളൂ. അവന് നമ്മളെ പേടിയുണ്ട് കേട്ടോ. അവൻ ഓടുന്നു. എന്നെ പേടിക്കണം, ഞാൻ ഭയങ്കരനാ. അവൻ പോകുന്നുണ്ട്. അവൻ പോയി. നമുക്ക് പോയി കുറച്ച് ഫുഡൊക്കെ കഴിയും. കഴിച്ചോ. സാധനം കാണുന്നില്ല. കഴിയടാ. ആ ചിഹ്നം കാണിക്കുന്നില്ലെന്ന്. അവൻ അപ്പുറത്തെ കാര്യം ഇപ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട് നമ്മൾ. നീ നോക്കണ്ടാ, നിന്നെ ഞാൻ തൂക്കും. അവൻ അവിടെ നിപ്പുണ്ട്. നമ്മുടെ ഒരു ഫ്രണ്ട് അവിടെ നിപ്പുണ്ട്. അവൻ കിളി പോയ പോലെ നിപ്പുണ്ട് അവിടെ. അവനാണ് ഇങ്ങോട്ട് വരുവാനും നമുക്ക് ഇവന്മാരെ അറ്റാക്ക് ചെയ്യാമായിരുന്നു. നമുക്കൊന്ന് നൈസായിട്ടൊന്ന് പോയി ഒന്ന് അറ്റാക്ക് ചെയ്ത് നോക്കാം. അതിനവിടെ നിന്ന് വെള്ളം കുടിക്കും. വാടാ. അവൻ മുങ്ങി. അവൻ ഓടുന്നു. അവൻ വെള്ളത്തിൽ കൂടെ ഓടുന്നു. അവനെ വെള്ളത്തിലിട്ട് പിടിക്കുന്ന ടാസ്ക്കാണ്. കടി. കടിയൊന്നും കൊള്ളുന്നില്ല. കടി. അവൻ നമുക്കിട്ട് പണിയായി. ഇവന്മാർ ബാക്കിലായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇവന്മാരുടെ ബാക്കിലായിരിക്കണം നമ്മൾ. ഇവന്മാർ പുറകിൽ നിന്ന് വന്ന് അറ്റാക്ക് ചെയ്യും. പണിയായി ഗൈസ്, പണിയായി. ഓടിക്കൂ. അവിടെ എൻ്റെ ഫ്രണ്ടാണ്. അവനാണ് അവിടെ ചത്തിരിക്കുന്നത്. അങ്ങോട്ട് വരുന്നത്. അയ്യോ, ചത്ത്. കടിയറ. ഞാൻ കടിക്കുന്ന ഒന്നും കൊള്ളുന്ന പോലുമില്ല. പണ്ടാൽ അയ്യോ എല്ലൊടിഞ്ഞു. ചത്ത്. അയ്യോ ചത്തേ.
അടി 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 കടി കടി കടി. ഓ ചത്ത് ചത്ത് ചത്ത്. ബജ ബജ. ഒരു കടി പോലും കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.